പാവതീർത്ഥമെല്ലാം നൽകണേ യേശുവേ. നമ്മുടെ സൂര്യണ്ണന്റെ പടം വീണ്ടും പോയി ഭഗവാനേ. അല്ല അങ്ങനെ പോകാൻ നമ്മുടെ അയൺ സിനിമ പോലെ ഒരു ബിൽഡപ്പ്. ഞാൻ സൂര്യണ്ണ ആദ്യം കാണിച്ചപ്പോഴത്തേക്ക് ആ പാട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പടം കൊണ്ടങ്ങ് ലാഗായത് ഞാനങ്ങ് രണ്ട് പൂർക്കം വരിക. മൂന്നാമത്തെ പാട്ട് വായിക്കപ്പോഴത്തേക്ക് അടുത്തൊരു സ്റ്റണ്ടുണ്ടായി. അപ്പോൾ ഞാൻ ചാടി എണീറ്റ്. പിന്നീട് ഞാൻ വീണ്ടും ഫസ്റ്റ് ഹാഫ് പോലൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ കുഴപ്പമില്ല. എന്നാൽ കുറച്ചുകൂടെ കഴിഞ്ഞാൽ വീണ്ടും ലാഗായി. അപ്പം ഈ സ്റ്റോറി അങ്ങോട്ട് പോകണം എന്നുള്ളൊരു പിടി പോലും ഇല്ലാത്തൊരവസ്ഥയായി. പിന്നീടായപ്പോഴത്തേക്കാണ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സെക്കൻഡ് ഹാഫ് അതിലെങ്കിലും സൂര്യണ്ണൻ തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ സൂര്യണ്ണൻ്റെ ബിൽഡപ്പും കാര്യങ്ങളൊക്കെ നല്ല സെറ്റാക്കി എടുത്ത് വെച്ചിരുന്നത്. പക്ഷേ സ്റ്റോറി വെറും മോശമായിപ്പോയി. അതുപോലെ തന്നെ ഓവർ ഇമോഷണലായിപ്പോയി. അതുകൊണ്ട് പിന്നെ ഫൈറ്റെല്ലാം കുക്കിരാൻ കേട്ടോ. അവിടെ ഫൈറ്റൊക്കെ സെറ്റ്, അതിൽ ഞാൻ ഇല്ലെന്ന് പറയാനില്ല. പിന്നെ എന്തായാലും വയലൻസ് കാണാമെന്ന് പറഞ്ഞാൽ വയലൻസ് ഓവറായിപ്പോയി. അതിലൊരു ഇതുണ്ട്. പിന്നെ പിള്ളേരൊക്കെ തിയേറ്ററിനകത്ത് പാട്ട് ഡാൻസ് കളിക്കാൻ ഞാനും ഡാൻസ് കളിച്ചായിരുന്നു അതിനകത്താണ്. പക്ഷേ ഇങ്ങനെയല്ല ഞാൻ സൂര്യണ്ണനെ പ്രതീക്ഷിച്ചു. ഞാൻ അയൺ പോലെ വന്ന് പ്രതീക്ഷിച്ചു. എന്തിനു പറയേ, മഴയായിട്ട് വന്ന് ചെറിയ കാറ്റായിട്ട് ഇതാവുക. അതായത് എന്തിനു പറയാം, വലിയ ബിൽഡപ്പായിട്ട് വന്ന് വെറും കാറ്റായിട്ടാണ്. ഇറ്റ് ഈസ് ആൻ ആവറേജ് മൂവി വിത്ത് ആൻ ഓക്കെ സ്റ്റോറി, നത്തിങ് എക്സ്പെഷണൽ, ബട്ട് ഈസ് വാച്ച് നോട്ട് എ വൺ ടൈം വാച്ച്. എ ബിറ്റ് ഓഫ് വയലൻസ് ഇസ് ദെയർ. വയലൻസ് ഭയങ്കരമായിട്ട് കൂടിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എന്തോന്നില്ല. ഇതിനെക്കാട്ടി മലയാളത്തിലെ ജോർജ് വന്നതൊക്കെ മറ്റേ വാഴയിട്ടോ മറ്റേ വെട്ടി ചെയ്തില്ലേ വാഴ, അതേപോലെയാണ് ഇരിക്കുന്നത്. വെറുതെ ആ ജോസഫൊക്കെ സിനിമ കിടന്നപ്പോൾ എനിക്ക് ഇയാളുടെ ഭയങ്കര ആരാധനയായിരുന്നു. എന്തിനാ തമിഴിനൊക്കെ ഉള്ള വില കളഞ്ഞു മനസ്സിലായി. നീ പണം തീരണതുമില്ല, ചുമ്മാ അടി തന്നെ. പിന്നെ 30 വരെയൊക്കെ സൂര്യനെ ഒറ്റയ്ക്കൊക്കെ അടിച്ചത്. പിന്നെ തെലുങ്ക് പടത്തിലെ ബാലയ്യെ പോലെയൊന്നും അത്രയൊന്നും ആയില്ല. അല്ല, പടം തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു ബിൽഡപ്പ് നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇപ്പോഴത്തെ കുറേ കൊച്ചു പയ്യന്മാരൊക്കെ ആ പാട്ടും ഒരു ഫൈറ്റൊക്കെ ഓർക്കായിരുന്നു. പിന്നെ ആയപ്പോൾ ലാഗായി. 200 കോടിയാണ് ആദ്യം നമ്മൾ കണ്ടാലിൻ്റെ പറയുമ്പോൾ ഞാൻ ഉള്ള കാര്യം പറയാം. സിനിമ കൊള്ളാമെന്ന് പറയും. ഇല്ലെങ്കിൽ അത് ഏത് നടന്മാരായിരുന്നു ശരിയാണ്. പിന്നെ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയെ പണം ഞാൻ പറയില്ല. കാര്യം നമ്മളെ മലയാളത്തിലെ മഹാനടനും മെഗാസ്റ്റാറുമാണ്. അത് നമ്മൾ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. അവരല്ലെങ്കിൽ തുടരെ സിനിമയൊക്കെ വേറെ ലെവലല്ല. ഇത് സൂര്യണ്ണ നമ്മൾ അതിനെ പ്രതീക്ഷിച്ചു വന്നത്. ജയറാമണ്ണനൊക്കെ എന്തുവന്ന് ജയറാമണ്ണൻ മലയാളത്തിൽ ചാൻസ് ഇല്ലാത്തത് കൊണ്ട് തമിഴിൽ പോയി ഉള്ള വില കളയാൻ വേണ്ടി ഒരു കോമളി ആയിരിക്കണം. ജയറാമണ്ണനൊക്കെ മലയാളത്തിൽ എത്ര നല്ല സിനിമകൾ ഈ സിനിമ ഇതിലൊക്കെ പോയി വെറും കോമളി എടുക്കണം. പക്ഷേ സൂര്യണ്ണനെ ഇങ്ങനെ കാറ്റ് ഇങ്ങനെ തേച്ച് ഒട്ടിക്കുന്നു ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. ഫസ്റ്റ് ഹാഫ് കുറച്ച് ഒരു ബിൽഡപ്പും അത് കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് ലാഗുണ്ടായിരുന്നപ്പോൾ ഞാൻ തന്നെ 2-3 ഫോട്ടോമായിട്ടായിരുന്നു. പിന്നീട് വീണ്ടും ഒരു വെടിയും പൊട്ടലും ചീറ്റലൊക്കെ കൊണ്ടുപോയപ്പോഴത്തേക്കാണ് വീണ്ടും ഞാൻ എണീറ്റത്. സെക്കൻഡ് ഹാഫ് കുറച്ച് നമുക്ക് സെറ്റാവുമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ അല്ല, ഇതിന് വലിയ വേഷം കിട്ടാനില്ലല്ലോ. അതുകൊണ്ടാണ് വേഷം കിട്ടാതെ ഞാൻ വന്നത്. അല്ല ഞാൻ കത്തനാറ് സിനിമയ്ക്ക് വേണ്ടി കോസ്റ്റ്യൂമിൽ വരാനുള്ള പരിപാടി തുടങ്ങി. അതുകൊണ്ട് ഞാൻ അത് കഴിഞ്ഞാൽ താഴെ ഇല്ലാതെ വരുള്ളൂ. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. എനിക്ക് വിഷമമൊന്നും കേട്ടാ. പഴയ സൂര്യനെ ആദ്യമേ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അയണ് പോലെ വന്നിട്ടില്ല. അയണ് പോലെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന പറയാൻ പറ്റുള്ളൂ. ഇത് ചെറിയ കുട്ടികളെ കൊള്ളാമെന്ന് പറയും. കുറച്ച് റൊമാൻസ് ഉണ്ട്. പിന്നെ ഇമോഷണലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കൂടിപ്പോയി. ഒരുപാട് ഇമോഷണലായിപ്പോയി. ഒരു വിധത്തിലെ പണം തരുന്നില്ല. ഇമോഷണൽ കൂടിപ്പോയതിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞാൽ കാർത്തികിന് അബദ്ധം പറ്റിയെന്ന് എനിക്ക് പറയാൻ പറ്റും. ഞാൻ സൂര്യണ്ണ ഞാൻ കുറ്റം പറയണമില്ല. നല്ലതെന്ന് തന്നെ പറയണം. കണ്ടവർക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്.